ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള ഐപാഡ് എങ്ങനെ നമ്മുടെ മാക്ബുക്കിനൊപ്പം ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു പ്രോസസ്സിൻ്റെ പേര് സൈഡ്കാർ എന്നാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകം കേബിളും കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് വയർലെസ്ലി നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനാകെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐപാഡും മാക്ബുക്കും ഒരേ ആപ്പിൾ ഐഡിയിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം. സെയിം വൈഫൈ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐപാഡ് ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ആയിട്ട് നിങ്ങളുടെ മാക്ബുക്കിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ 13 ഇഞ്ച് മാക്ബുക്ക് പ്രോ ആണ്. അപ്പോൾ ഈ 13 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ക്രീൻ സൈസ് വളരെ ചെറുതാണ്. അപ്പം ഞാൻ ഇതിന് വേണ്ടി ഒരു 27 ഇഞ്ചിൻ്റെ ഒരു മോണിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോണിറ്ററിലാണ് ഞാൻ എൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം ചെയ്തത്. എൻ്റെ മാക്ബുക്ക് എപ്പോഴും ഒരു ക്ലാംഷെൽ മോഡിലായിരിക്കും ഇവിടെ എൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ചെറിയ ആപ്പും കാര്യങ്ങളും, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു നോട്ട്സ് ആപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് ആപ്പൊക്കെ നമുക്ക് ഇടയ്ക്ക് ഓപ്പൺ ആക്കി ഇടണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിൽ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് അതിന് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ചെറിയ ആപ്സൊക്കെ ഓപ്പൺ ആക്കി ഇടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഐപാഡ് നമുക്ക് ഈ ഒരു മാക്ബുക്കായിട്ട് കണക്ട് ചെയ്ത് ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഐപാഡ് മാക്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങളുടെ മാക്ബുക്കിൽ സെറ്റിംഗ്സ് എടുക്കുക. ഇപ്പോൾ ഏതാണ്ട് മാക്ബുക്കിൻ്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇവിടെ നേരെ താഴെ കൊണ്ട് ജസ്റ്റ് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക. ഡിസ്പ്ലേ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ട് നമുക്ക് ഡിസ്പ്ലേയുടെ ഒരു സെറ്റിംഗ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൾ ഐഡിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഐപാഡ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ കണ്ടിട്ട് എൻ്റെ M2 ഐപാഡ് പ്രോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ ഐപാഡിൻ്റെ സ്ക്രീൻ ഇവിടെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടും എൻ്റെ ഈ ഒരു ഐപാഡ് ഈ ഒരു മാക്ബുക്കിൻ്റെ ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ആയിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് ഏത് കാര്യമാണെങ്കിലും ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ കണ്ടും എൻ്റെ ആ ഒരു മൗസ് പോയിന്റർ എൻ്റെ ഐപാഡിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരു സെറ്റിങ്ങിൻ്റെ ഒരു വിൻഡോ എനിക്ക് ഇവിടെ കാണേണ്ട, എൻ്റെ ഈ ഒരു ഡിസ്പ്ലേ കാണാൻ എനിക്ക് ഐപാഡിൻ്റെ ഒരു ചെറിയ സ്ക്രീനിൽ കണ്ടാൽ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു സെറ്റിങ്സിൻ്റെ ഇതിനകത്ത് ജസ്റ്റ് പിടിച്ചിട്ട് മേളിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സ്ക്രീനിലായിരിക്കും, ഐപാഡിലായിരിക്കും എൻ്റെ ഈ ഒരു സെറ്റിങ്സിൻ്റെ വിൻഡോ കാണുന്നത്. എൻ്റെ മെയിൻ ഡിസ്പ്ലേയിൽ എൻ്റെ യൂട്യൂബ് പേജാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു പേജും കൂടെ അവിടെ കൊണ്ടുപോയിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് നേരെ അത് പിടിച്ച് മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് അവിടെ പോകുന്നതായിരിക്കും. ഇവിടെ കാട്ടും എൻ്റെ ഐപാഡിൻ്റെ സ്ക്രീനിൽ ഇവിടെ കാട്ടും. സ്റ്റേജ് മാനേജറിൽ എനിക്കിവിടെ 2 വിൻഡോസ് ഒറ്റ ടൈമിൽ എനിക്ക് ഓപ്പൺ ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എൻ്റെ മെയിൻ ഡിസ്പ്ലേയിൽ എനിക്ക് വേറെയും കുറേ ആപ്സ് ഒറ്റ സമയം നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് ഇനി ഒരു ആപ്പ് വേണമെങ്കിൽ എൻ്റെ കൊണ്ടുപോകണമെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ പിടിച്ച് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐപാഡിലൂടെ കണ്ടിട്ട് 3 സ്ക്രീൻ ഇപ്പോൾ അറ്റ് എ ടൈം ഓപ്പൺ ആക്കി നിൽക്കുന്നുണ്ട്. എനിക്കതിങ്ങനെ ഈ തരത്തിൽ ഇങ്ങനെ സൈക്കിൾ ചെയ്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഐപാഡ് ഒരു മാക്ബുക്കായിട്ട് കണക്ട് ചെയ്ത് ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് മ്യൂസിക്കൊക്കെ പ്ലേ ആക്കണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ഐപാഡിൽ എനിക്ക് ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ മെയിൻ ഡിസ്പ്ലേയിൽ എൻ്റെ മെയിൻ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മെത്തേഡിൻ്റെ പേര് സൈഡ്കാർ എന്നാണ്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിന് കൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ഓൺ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും സി യു.